പുതിയ എസ് സി ആർ ടിയിലെ സോഷ്യൽ സയൻസ് ക്ലാസ് 7 ചാപ്റ്റർ 8 നമ്മൾ നോക്കുന്നത്. ചാപ്റ്ററിൻ്റെ പേര് അധികാരം ജനങ്ങൾക്ക്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ പഞ്ചായത്ത്, ഗ്രാമസഭ, അതുപോലെ പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ട ചില ഭേദഗതികൾ അല്ലെങ്കിൽ കമ്മിറ്റികൾ, പിന്നെ അധികാര വികേന്ദ്രീകരണം, അങ്ങനെ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സാണ് നോക്കുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ആദ്യം ഈ ചിത്രത്തിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും പൂക്കോട്ടുമല എന്നൊരു ഗ്രാമവും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില പ്രത്യേകതകളാണ് പറയുന്നത്. ഇവിടെ നമ്മൾ പൂക്കോട്ടുമല എന്നൊരു ഗ്രാമത്തിന് ഇവിടെ പ്രാധാന്യം കൊടുക്കേണ്ട, അതിലുള്ള ചില ഫാക്റ്റുകളുണ്ട്. ആ ഫാക്റ്റുകൾക്കാണ് നിങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പം നമുക്ക് നോക്കാം. പൂക്കോട്ടുമല 11ാം വാർഡ് ഇന്ന് ഫിലമെൻ്റ് രഹിത ഗ്രാമമായി പ്രഖ്യാപിക്കും. അതായത് ഇവിടെ ഇപ്പം നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് കേരളത്തിലെ ആദ്യത്തെ ഫിലമെൻ്റ് രഹിത ഗ്രാമം ഏത്, അല്ലെങ്കിൽ ഈ അടുത്ത് ഫിലമെൻ്റ് രഹിത ഗ്രാമമായി പ്രഖ്യാപിച്ച ഈ ഗ്രാമം ഏത് ജില്ലയിലാണ്. അപ്പം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. അത് നിങ്ങൾ കറണ്ട് അഫെയർ പഠിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഫാക്റ്റുകളൊക്കെ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, കേരളത്തിലാദ്യത്തെ ഈ ഫിലമെൻ്റ് രഹിതമായ ഗ്രാമം, അല്ലെങ്കിൽ അടുത്തത് നോക്കുക, പച്ചത്തുരുത്ത് പദ്ധതി ഉദ്ഘാടനം. കേരളത്തിലാദ്യത്തെ പച്ചത്തുരുത്ത് ഗ്രാമം ഏതാണെന്ന് ചോദിക്കാം, ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ പച്ചത്തുരുത്ത് ജില്ല ഏതാണെന്ന് ചോദിക്കാം. അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ അടുത്തത് സൗരോർജ്ജ പാർക്ക് അല്ലേ, ഓരോ വാർഡിലും സൗരോർജ്ജ പാർക്ക്. ഇപ്പോൾ സൗരോർജ്ജ പാർക്ക് വന്ന ആദ്യത്തെ ഗ്രാമം ഏതാണെന്ന് ചോദിക്കാം. അതുപോലെ അടുത്തത് ജനകീയ സമിതിയുടെ പരിശ്രമം ഫലം കണ്ടു, പൂക്കോട്ടുമല ഇനി സമ്പൂർണ്ണ തരിശുരഹിത ഗ്രാമം. അപ്പം കേരളത്തിലായത് തരിശുരഹിത ഗ്രാമം ഏത്, ജില്ല ഏത്, ബ്ലോക്ക് പഞ്ചായത്ത് ഏത്, ജില്ലാ പഞ്ചായത്ത് ഏത്, അങ്ങനെയൊക്കെ ചോദിക്കാം. അതുപോലെ പൂക്കോട്ടുമല 1ാം വാർഡ് ഇനി സമ്പൂർണ്ണ മാലിന്യമുക്തം. ഇതന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ മാലിന്യമുക്ത ഗ്രാമമായി പ്രഖ്യാപിച്ച ഗ്രാമം ഏത്. അപ്പം ഇങ്ങനത്തെയൊക്കെ എവിടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ ഈ കീവേഡുകളൊക്കെ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. അതിന് കുറച്ച് ഊന്നൽ കൊടുത്ത് പഠിക്കുക. ഇനി അടുത്തത് ഒരാളുടെ FB പോസ്റ്റാണ് ഇവിടെ കാണിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസമാണ് ഞാൻ എൻ്റെ വാർഡിലെ ഗ്രാമസഭ ആദ്യമായി സന്ദർശിച്ചത്. ഓക്കെ, ഗ്രാമസഭ പൊതുജനങ്ങൾക്ക് നാടിൻ്റെ വികസനം സംബന്ധിച്ച ചർച്ചകളിൽ പങ്കെടുക്കാനും അഭിപ്രായം പറയാനും തീരുമാനമെടുക്കുന്നതിൽ പങ്കാളികളാകാനും കഴിയുന്നത് എപ്രകാരമാണെന്ന് എനിക്ക് നേരിട്ടറിയാൻ കഴിഞ്ഞു. അതായത് ഗ്രാമസഭയിൽ നമുക്ക് 3 അധികാരങ്ങളുണ്ട് അല്ലേ, 3 കാര്യങ്ങളിൽ ആർക്ക് പങ്കാളിത്തമുണ്ട്? ഓരോ പൊതുജനങ്ങൾക്ക് പങ്കാളിത്തമുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, നാടിൻ്റെ വികസനം സംബന്ധിച്ച ചർച്ചകളിൽ പങ്കെടുക്കാൻ പറ്റും അല്ലേ, 1ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തേത് അഭിപ്രായം പറയാൻ പറ്റും, 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. മൂന്നാമത്തേത് തീരുമാനമെടുക്കുന്നതിൽ പങ്കാളികളാകാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഈ 3 സ്റ്റേറ്റ്മെൻറ്റായിട്ട് ചിലപ്പം ചോദ്യം ചോദിക്കുക. അപ്പോൾ ഈ 3 സ്റ്റേറ്റ്മെൻറ്റും നമുക്ക് ആദ്യത്തെ 2 സ്റ്റേറ്റ്മെൻറ്റ് കുഴപ്പമില്ല അല്ലേ, വികസനം സംബന്ധിച്ച് ചർച്ച പങ്കെടുക്കാൻ പറ്റും, പിന്നെ അഭിപ്രായം പറയാൻ പറ്റും. പക്ഷേ 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കൺഫ്യൂഷനായി പോകും. എന്താണ് പ്രശ്നം? തീരുമാനമെടുക്കുന്നതിൽ പങ്കാളികളാകാനും കഴിയുന്നുള്ളത്. നമ്മൾ വിചാരിക്കുക നമുക്ക് അഭിപ്രായമൊക്കെ പറയാം, പക്ഷേ തീരുമാനമൊക്കെ എടുക്കുന്നത് പഞ്ചായത്ത് പ്രസിഡൻറ്റോ അങ്ങനെ ഉയർന്ന, അല്ലെങ്കിൽ വാർഡ് കൗൺസിലറോ അല്ലേ, അപ്പം അങ്ങനെയൊക്കെയുള്ള ആൾക്കാരായിരിക്കും എന്നാണ് വിചാരിക്കുക. പക്ഷേ തീരുമാനമെടുക്കുന്നതിലും പൊതുജനങ്ങൾക്ക് പങ്കാളികളാവാൻ കഴിയുമെന്നുള്ള പോയിൻ്റ് ഓർത്തിരിക്കുക. അടുത്തത് നോക്കാം. ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവരും ഉൾക്കൊള്ളുന്ന സഭയാണ് ഗ്രാമസഭ. അപ്പോൾ ഇവിടെ ചോദ്യം എങ്ങനെയാണ് ചോദിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ, ഗ്രാമസഭയിൽ അംഗമാവാനുള്ള യോഗ്യത എന്താണെന്നൊക്കെയുള്ള രീതിയിൽ ചോദിക്കാം. അപ്പോൾ കൺഫ്യൂഷനായിട്ടുള്ള ഓപ്ഷൻസ് ആയിരിക്കും അവർ തരിക, അത് ഉറപ്പാണ്. അപ്പോൾ എന്തൊക്കെയാണ്? ഒരു ഓപ്ഷൻ തരിക്കും, ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവരും. ഓക്കെ, അതായത് വോട്ടർ പട്ടികയിൽ പേരുണ്ടായാൽ മതി, നിങ്ങൾ വോട്ട് ചെയ്യണമെന്നില്ല. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ 18 വയസ്സാവുന്നവർക്കല്ല ഗ്രാമസഭയിൽ അംഗത്വം കൊടുക്കുന്നത്. വോട്ടർ പട്ടികയിൽ പേര് ചേർന്നോ നിങ്ങൾ ഗ്രാമസഭയിൽ അംഗമായിട്ട് നിങ്ങളെ പരിഗണിക്കും. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എന്തൊക്കെയായിരിക്കും വരിക? 18 വയസ്സ് തികഞ്ഞവർ, ഗ്രാമത്തിൽ കഴിഞ്ഞ 6 മാസമായിട്ട് താമസിച്ച് വരുന്നവർ, അല്ലെങ്കിൽ ഒരു തവണയെങ്കിലും വോട്ട് ചെയ്തിട്ടുള്ളവർ എന്നൊക്കെ പറഞ്ഞിട്ട് പല ഓപ്ഷനും തരും. അപ്പോൾ നമ്മൾ കൺഫ്യൂഷനായി പോകരുത്, വോട്ടർ പട്ടികയിൽ പേരുണ്ടായാൽ മാത്രം മതി. അടുത്തത്, ഗ്രാമസഭയിൽ പ്രാദേശിക വികസന ചർച്ചകൾക്ക് മാത്രമല്ല ജനങ്ങളുടെ ജീവിത വിഷയങ്ങൾ സംബന്ധിച്ചുള്ള ചർച്ചകൾക്കും അവസരമുണ്ടാകുമെന്നത് എനിക്ക് കിട്ടിയ പുതിയ അറിവാണ്. അപ്പം 2 ചർച്ചകളാണ് ഉണ്ടാവും, ഒന്ന് വികസന ചർച്ചകളും ഉണ്ടാവും, അതുപോലെ ജനങ്ങളുടെ ജീവിത വിഷയങ്ങൾ സംബന്ധിച്ചിട്ടുള്ള ചർച്ചയുണ്ടാവും. അടുത്തത്, കുറഞ്ഞത് 3 മാസത്തിലൊരിക്കലാണ് ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത്. ഓക്കെ, അപ്പം 3 മാസത്തിലൊരിക്കൽ എന്നുള്ളത് ഓർത്തിരിക്കുക. അതുപോലെ 1 വർഷത്തിൽ 4 തവണ എന്നും പറയാമല്ലേ നമുക്ക്. അപ്പോൾ PSC ഇതേപോലെ തന്നെ ചോദിക്കണമെന്നില്ല. ഓക്കെ, SCRTയിലുള്ള ടെസ്റ്റിൽ അതേ ലൈൻ തന്നെ ഉപയോഗിക്കണമെന്നില്ല. അത് ചിലപ്പോൾ ട്വിസ്റ്റ് ആക്കിയിട്ട് ഇപ്പോൾ അങ്ങനെ പറയാമല്ലോ നമുക്ക്.
3 മാസത്തിലൊരിക്കലെന്ന് പറയുമ്പോൾ ഒരു വർഷത്തിൽ 4 തവണ എന്നുള്ള അർത്ഥമുണ്ട് അല്ലേ. അപ്പോൾ അത് രണ്ടും നിങ്ങൾ ഓർത്തിരിക്കുക, കൺഫ്യൂഷൻ ആയി പോകരുത്. 3 മാസം എന്ന് മാത്രം പഠിച്ച് പോയരുത്. ഒരു വർഷത്തിൽ 4 തവണ എന്നുള്ളത് കൂടി ഓർത്തിരിക്കുക. പൗരസമത്വവും തുല്യാവകാശവും ഉറപ്പാക്കാനുള്ള വേദി കൂടിയാണ് ഗ്രാമസഭ എന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഓർമ്മിപ്പിച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ ഹിഡൻ ആയിട്ടുള്ളൊരു പോയിന്റ് പറയുന്നത് അധ്യക്ഷ പ്രസംഗം അല്ലേ. അതായത് ഗ്രാമസഭയിൽ അധ്യക്ഷത വഹിക്കുന്നത് അല്ലെങ്കിൽ അധ്യക്ഷനാവുന്നത് ആരാണെന്ന് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ഗ്രാമസഭയിലെ അധ്യക്ഷൻ ആര് എന്ന് ചോദിക്കാം. ആരാണ്? പഞ്ചായത്ത് പ്രസിഡന്റ് ആണെന്ന് ഓർത്തിരിക്കുക. ചിലപ്പോൾ വാർഡ് മെമ്പർ എന്നൊക്കെ വരും, അല്ലെങ്കിൽ കൗൺസിലർ എന്നൊക്കെ ഓപ്ഷനിലുണ്ടാവും. പക്ഷെ തെറ്റിപ്പോകരുത്. അല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി എന്നുണ്ടാവും. ഓക്കെ, ഇതൊക്കെ ഉണ്ടാവും. പഞ്ചായത്ത് പ്രസിഡന്റാണ് ഗ്രാമസഭയിൽ അധ്യക്ഷം വഹിക്കുന്നത് എന്ന് ഓർക്കുക. ഇനി അടുത്തത്, ജനാധിപത്യ ഭരണ പ്രക്രിയയിൽ ജനങ്ങൾക്ക് നേരിട്ട് പങ്കാളികളാകാനും തീരുമാനമെടുക്കാനുമുള്ള അവസരമാണ് ഗ്രാമസഭകൾ വഴി ലഭിക്കുന്നതെന്ന് കൺവീനറായ വാർഡ് മെമ്പറും പറയുകയുണ്ടായി. അപ്പോൾ ഇവിടെയുള്ള പോയിന്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഗ്രാമസഭയുടെ കൺവീനർ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെ, ഗ്രാമസഭ കൂടുമ്പം അതിൻ്റെ കൺവീനർ ആരാണ്? അത് വാർഡ് മെമ്പറാണ്. ഓക്കെ, ഈ വാർഡ് മെമ്പർ തന്നെയാണ് നമ്മളെ ടൗൺ ഏരിയയിലൊക്കെ എന്താ പറയുക, കൗൺസിലർ എന്ന് പറയുന്ന വാക്ക്. ഓക്കെ, രണ്ടും ഒന്നാണ്. വാർഡ് മെമ്പർ അല്ലെങ്കിൽ കൗൺസിലർ ആണ് ആര്? ഗ്രാമസഭയുടെ യോഗങ്ങൾക്ക് കൺവീനർ ആവുന്നത്. ഓക്കെ, ഇനി നമ്മുടെ എല്ലാം സജീവ പങ്കാളിത്തം ഉണ്ടാകേണ്ട ഇടമാണ് ഗ്രാമസഭകൾ എന്ന് എനിക്ക് ബോധ്യമായി. ഓക്കെ, അപ്പം ഇനി ഇതിൻ്റെ എല്ലാ വരികളും വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. അപ്പം ഇതിൽ നിങ്ങൾ ഏറ്റവും അവസാനത്തെ ആ ഒരു നീല ബോക്സ് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ അതിൽ 50 രൂപ യൂസർ ഫീ നൽകി അജൈവ മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് നൽകാതെ കത്തിക്കുകയോ വലിച്ചെറിയുകയോ. ഓക്കെ, അത് താഴോട്ട് നിങ്ങൾ വായിച്ചു പോയാൽ മതി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, അജൈവ മാലിന്യങ്ങൾ കളക്ട് ചെയ്യുന്ന ആരാണ്? ഹരിതകർമ്മസേനയാണെന്ന് ഓർത്തിരിക്കുക. അവിടെ ചിലപ്പം ജൈവ മാലിന്യങ്ങളെന്ന് വരാം, അജൈവ മാലിന്യങ്ങളെന്ന് വരാം. ജൈവവും അജൈവവും രണ്ട് മാലിന്യങ്ങളും കളക്ട് ചെയ്യുന്നത് ഹരിതകർമ്മസേനയാണെന്നൊക്കെ പറഞ്ഞ് അവർ ചോദ്യങ്ങൾ വരും. അപ്പം നിങ്ങൾ തെറ്റിപ്പോകരുത്. അജൈവ മാലിന്യങ്ങളാണ് ഹരിതകർമ്മസേന കളക്ട് ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്തത് ഗാന്ധിജിയുടെ സ്വപ്നം. ഓക്കെ, ഇത് ഗാന്ധിജിയുടെ ഒരു എന്താണ് മാസിക അല്ലെങ്കിൽ പത്രമാണ് ഹരിജൻ എന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ അത് ഓർത്തിരിക്കുക. ഒന്നാമത്തെ കാര്യം, ഏറ്റവും അടിയിൽ എഴുതിയിട്ടുണ്ട് ഹരിജൻ അല്ലേ. ഒരു വർഷം ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ ഹരിജൻ എന്ന് പറഞ്ഞൊരു മാസിക അല്ലെങ്കിൽ പത്രം അത് ആരുടേതാണ്? ഗാന്ധിജിയുടേതാണെന്ന് ഓർത്തിരിക്കണം. ഇനി എന്താണ് ആ കോഡ്സ് എന്നുള്ളത് നമുക്ക് വായിച്ചു നോക്കാം. എൻ്റെ സങ്കല്പത്തിലുള്ള ഗ്രാമസ്വരാജ് മുഖ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി അയൽക്കാരെ ആശ്രയിക്കേണ്ട ആവശ്യമില്ലാത്തതും ആശ്രയം ഒരു ആവശ്യമായി തീർന്നാൽ മാത്രം മറ്റുള്ളവരുമായി പരസ്പര സഹായത്തിൽ ഏർപ്പെടുന്നതുമായ ഒരു പൂർണ്ണ റിപ്പബ്ലിക്കാണ്. ഓക്കെ, നമ്മൾ അയൽക്കാരെ എല്ലാ കാര്യത്തിനും നമ്മളെ ബേസിക് നീഡ്സിന് പോലും അവരെ ആശ്രയിക്കാതെ എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ മാത്രം നമ്മൾ അയൽക്കാരെ ആശ്രയിക്കുന്ന അവസ്ഥയിലുള്ളതാണ് ഒരു പൂർണ്ണ റിപ്പബ്ലിക്ക് എന്നുള്ള രീതിയിലാണ് പുള്ളി പറയുന്നത്. ഓക്കെ, അതിനാൽ ഓരോ ഗ്രാമത്തിൻ്റെയും പ്രധാന താല്പര്യം ഭക്ഷ്യവിളവും തുണിക്കാവശ്യമായ പരുത്തിയുടെ വിളവും വർദ്ധിപ്പിക്കുക എന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് പ്രധാന ലക്ഷ്യം? ഒന്ന്, ഭക്ഷ്യവിളവ് കൂട്ടുക, പിന്നെ തുണിക്ക് ആവശ്യമുള്ള പരുത്തീൻ്റെ വിളവും കൂട്ടുക. കന്നുകാലികൾക്ക് പ്രത്യേക സ്ഥലവും പ്രായപൂർത്തിയായവർക്കും കുട്ടികൾക്കും വിനോദശാലകളും വേണം. ഓക്കെ, അപ്പോൾ കന്നുകാലികൾക്ക് പ്രത്യേക സ്ഥലം വേണം, അതുപോലെ പ്രായപൂർത്തിയായവർക്കും കുട്ടികൾക്കും വിനോദശാലകളും വേണം. അപ്പം അങ്ങനെ കൂടുതൽ ഭൂമി ഉണ്ടെങ്കിൽ പണം സമ്പാദിക്കാവുന്ന തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വിളയിച്ചെടുക്കാൻ ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ കൂടുതൽ ഭൂമി, ഈ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും ഭൂമി മിച്ചമുണ്ടെങ്കിൽ അതെന്തിനു ഉപയോഗിക്കും? പണം സമ്പാദിക്കുന്ന തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വിളയിച്ചെടുക്കാൻ, അതായത് നാണ്യവിളകളൊക്കെ അല്ലേ വിളയിച്ചെടുക്കാൻ ഉപയോഗിക്കും. ഇതാണ് ഗാന്ധിജീൻ്റെ ഒരു കോട്സാണ്, അത് ഓർത്തിരിക്കുക. ഇനി അടുത്തത്, ഗ്രാമങ്ങളുടെ വികസനത്തെക്കുറിച്ച് ഗാന്ധിജിയുടെ കാഴ്ചപ്പാടുകൾ എന്തെല്ലാമാണെന്ന് കണ്ടെത്തുക. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞ ആ ഒരു കോട്സിൻ്റെ അകത്തുള്ളൊരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ഗ്രാമത്തിൻ്റെ പ്രധാന ആവശ്യങ്ങളിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക അല്ലേ. നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വയം നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനെയാണ് സ്വയം പര്യാപ്തത എന്ന് പറയുന്നത് അല്ലേ. അത് ഒരു വാക്കിൽ മാറ്റി എഴുതിയെന്നുള്ളൂ. ഓക്കെ, അതുപോലെ ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട് അല്ലേ. നമ്മൾ ഭക്ഷ്യവിള, പിന്നെ തുണി, ആവശ്യത്തിന് തുണി, പിന്നെ കന്നുകാലികൾക്ക് വേണ്ട സ്ഥലം, ബാക്കി എല്ലാവർക്കും അല്ലേ, കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ വിനോദശാലകളും, പിന്നെ നമുക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മറ്റ് വിളകളും നമുക്ക് എന്ത് ചെയ്യാം? കൃഷി ചെയ്യാം അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിച്ചെടുക്കാം. ഇതൊക്കെയാണ് ഗാന്ധിജിയുടെ വികസനത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടുകൾ.
ഇനി അടുത്തത്, ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് കുടികൊള്ളുന്നതെന്നും ഗ്രാമങ്ങളുടെ വികസനത്തിലൂടെ മാത്രമേ രാജ്യ പുരോഗതി സാധ്യമാകുമെന്നുമാണ് ഗാന്ധിജി വിശ്വസിച്ചത്. ഈ ഒരു വരി തന്നിട്ട് ഇത് ആരുടെ വിശ്വാസമാണെങ്കിൽ ആരുടെ വരികളാണെന്ന് ഇപ്പോൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗാന്ധിജി ആണെന്ന് പറയാൻ പറ്റണം. ജനാധിപത്യ ഭരണത്തിൻ്റെ അടിസ്ഥാന ഘടകം ഗ്രാമങ്ങളായതിനാൽ പഞ്ചായത്തുകളുടെ അധികാരം എത്രത്തോളം വർദ്ധിക്കുന്നുവോ അത്രത്തോളം അത് ജനക്ഷേമകരമായിരിക്കും. അതായത് നമുക്ക് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാമമാണെന്ന് ഓർത്തിരിക്കുക. അപ്പം ആ ഒരു പഞ്ചായത്ത്, ആ ഗ്രാമത്തിനെ നോക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് ഉണ്ടാവുമല്ലോ, അപ്പം അതിൻ്റെ അധികാരം കൂടുന്നതിനനുസരിച്ചിട്ട് അത് അത്രത്തോളം ജനക്ഷേമകരമായിരിക്കും എന്നാണ് ഗാന്ധിജി വിശ്വസിച്ചത്. ഓക്കെ, അപ്പോൾ നേരൊക്കെ തിരിച്ചിട്ടൊക്കെ ഈ സ്റ്റേറ്റ്മെൻറ്റ് വരാം അല്ലേ. അധികാരം വർദ്ധിക്കും തോറും ജനക്ഷേമം ദുഷ്കരമാവും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ തരാം. അപ്പോൾ അതൊക്കെ തെറ്റിപ്പോകരുത്, ഓർത്തിരിക്കുക. സ്വയംഭരണ ഗവൺമെൻറ് എന്ന അർത്ഥത്തിലാണ് ഗാന്ധിജി ഗ്രാമസ്വരാജിനെ വിശേഷിപ്പിച്ചത്. ഓക്കെ, അപ്പോൾ ഈ സ്വയംഭരണ ഗവൺമെൻറ് എന്ന അർത്ഥത്തിൽ ഗാന്ധിജി ഗ്രാമസ്വരാജിനെ വിശേഷിപ്പിച്ചു എന്നുള്ളത് ഓർത്തിരിക്കുക. അതുപോലെ ആരാണ് വിശേഷിപ്പിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗാന്ധിജിയാണെന്നുള്ളത് ഓർത്തിരിക്കണം. ഗാന്ധിജി സ്വപ്നം കണ്ട ഗ്രാമസ്വരാജ് നടപ്പിൽ വരുത്തുന്നതിനുള്ള മാർഗമാണ് അധികാര വികേന്ദ്രീകരണം. ഓക്കെ, ഇതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരാൻ നല്ല സാധ്യതയുണ്ട്. ഗ്രാമസ്വരാജ് വരുത്തുന്നതിനുള്ള മാർഗമാണ് അധികാര വികേന്ദ്രീകരണം. ഒക്കെ ശരിയോ തെറ്റോ എന്നുള്ളതൊക്കെ വരാം. ഓക്കെ, ജനങ്ങളിലേക്ക് അധികാരം വികേന്ദ്രീകരിക്കപ്പെടുമ്പോഴാണ് ഗ്രാമസ്വരാജ് എന്ന സങ്കല്പം പൂർണ്ണമാകുന്നത്. ഓക്കെ, ഇതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ഓർത്തിരിക്കുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ചെയ്യേണ്ടത്. അധികാരം ചിലരിൽ മാത്രം കേന്ദ്രീകരിക്കുമ്പോഴല്ല, പകരം എല്ലാ ജനങ്ങളിലേക്കും വികേന്ദ്രീകരിക്കപ്പെടുമ്പോഴാണ് ജനാധിപത്യം അർത്ഥപൂർണ്ണമാകുന്നത്. ഓക്കെ, വികേന്ദ്രീകരിക്കുക എന്നിട്ടുണ്ടെങ്കിൽ വിഭജിച്ച് കൊടുക്കുക. ഓക്കെ, ഒരാൾ എല്ലാം കൺട്രോൾ ചെയ്യുന്നതിന് പകരം ആ അധികാരം കുറേ താഴോട്ട് വിഭജിച്ച് കൊടുക്കുന്നതിനാണ് വികേന്ദ്രീകരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരാൾക്ക് നമുക്ക് എല്ലാ കാര്യങ്ങളും നോക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ എല്ലാവരിലേക്കും ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ എത്താൻ നേരം വൈകും ഒരാൾ മാത്രം നോക്കുമ്പോൾ, കേന്ദ്ര ഗവൺമെൻറ് മാത്രം നോക്കുമ്പോൾ. അപ്പോൾ അതിന് പകരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സംസ്ഥാനങ്ങൾക്ക് കുറേ അധികാരങ്ങൾ വിഭജിച്ച് കൊടുക്കും അല്ലേ. പിന്നെ നമ്മൾ കോർപ്പറേഷൻ വിഭജിച്ച് കൊടുക്കും, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി, അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്ത്, അങ്ങനെ അല്ലേ താഴോട്ട് വിഭജിച്ച് കൊടുക്കും. ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞിട്ട് താഴോട്ട് അധികാരങ്ങൾ വിഭജിച്ച് കൊടുക്കും. അപ്പം ഓരോ മനുഷ്യർക്കും അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ പെട്ടെന്ന് കിട്ടാനും അല്ലേ അതിനൊക്കെ സഹായകരമാവും. ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയിലോ ഭരണ സംവിധാനത്തിലോ തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിലാക്കാനുമുള്ള അധികാരം ജനങ്ങളിലേക്ക് നിയമപരമായി കൈമാറുന്നതാണ് അധികാര വികേന്ദ്രീകരണം. ഓക്കെ, അപ്പോൾ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അല്ലെങ്കിൽ ഒരു ഡെഫിനിഷനാണ് പറഞ്ഞത്. ഒരു രാഷ്ട്രീയ വ്യവസ്ഥയിലോ ഭരണ സംവിധാനത്തിലോ തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിലാക്കുവാനുമുള്ള അധികാരം ജനങ്ങളിലേക്ക് നിയമപരമായി കൈമാറുന്നതാണ് അധികാര വികേന്ദ്രീകരണം. അപ്പോൾ തീരുമാനങ്ങൾ എടുക്കാനും അതുപോലെ നടപ്പിലാക്കാനുള്ള അധികാരം താഴോട്ട് കൊടുക്കുക, ജനങ്ങളിലേക്ക് കൊടുക്കുന്നതിനാണ് അധികാര വികേന്ദ്രീകരണം എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അധികാര കേന്ദ്രീകരണം എന്നുള്ളത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഭരണകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമുള്ള അധികാരം ചിലരിൽ മാത്രം നിക്ഷിപ്തമാകുന്നതാണ് അധികാര കേന്ദ്രീകരണം. ഇവിടെ സാധാരണക്കാർക്ക് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകാനുള്ള അവസരം താരതമ്യേന കുറവാണ് അല്ലേ. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു കേന്ദ്രം മാത്രമാണ് ഭരിക്കുന്നതെങ്കിൽ, ആ കേന്ദ്ര ഗവൺമെൻറ്റാണ് ഫുള്ള് കാര്യങ്ങൾ നോക്കുന്നതെങ്കിൽ ഈ താഴത്തോട്ട് ജനങ്ങൾക്ക് അവരുടെ തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിലാക്കാനുള്ള അധികാരം കുറയും. ഇതാണ് അധികാര കേന്ദ്രീകരണം എന്ന് പറയുന്നത്. ഇനി അടുത്തത് അധികാര വികേന്ദ്രീകരണത്തിൻ്റെ സവിശേഷതകളാണ് പറയുന്നത്. 1. പ്രാദേശിക വികസനത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. 2. വികസനാവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കാൻ കഴിയുന്നു. 3. സ്ത്രീകൾക്കും മറ്റു പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും നേതൃശേഷിയും ഭരണപരിചയവും കൈവരുന്നു. പ്രാദേശിക സമ്പദ് വ്യവസ്ഥയുടെ വികസനം ഉണ്ടാവുന്നു. പൊതുജനങ്ങൾക്ക് ഭരണകാര്യങ്ങളിൽ കൂടുതൽ അധികാരവും പങ്കാളിത്തവും ഉണ്ടാകുന്നു അല്ലേ. ഇതൊക്കെ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ സവിശേഷതയാണെന്ന് ഓർത്തിരിക്കുക. ഇതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുന്നുള്ളത് ഉറപ്പാണ്, അപ്പോൾ എന്തായാലും പഠിക്കുക. ഇനി അധികാര വികേന്ദ്രീകരണം കാലങ്ങളിലൂടെ. പുരാതന കാലം മുതൽ നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന ഗ്രാമീണ ഭരണ വ്യവസ്ഥയായിരുന്നു പഞ്ചായത്ത്. ഓക്കെ, പുരാതന കാലം മുതലേ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നു ഈ പഞ്ചായത്ത് ഭരണം. ഓക്കെ, ഗ്രാമജീവിതത്തിൻ്റെ സ്ഥിരാകേന്ദ്രങ്ങളായിരുന്നു അവ. പഞ്ച അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ 5 അല്ലേ,
അതിൻ്റെ അർത്ഥം പഞ്ച എന്നതിൻ്റെ അർത്ഥമാണ് 5, അതുപോലെ ആയത് എന്നുള്ളതിൻ്റെ അർത്ഥമാണ് യോഗം അഥവാ സമ്മേളനം. ഓക്കെ, എന്നീ സംസ്കൃത പദങ്ങൾ ചേർന്നാണ് പഞ്ചായത്ത് എന്ന പദം രൂപപ്പെട്ടത്. നല്ലൊരു ചോദ്യമാണ്. പഞ്ചായത്ത് എന്ന പദം രൂപപ്പെട്ടത് ഏത് ഭാഷയിൽ നിന്ന്? സംസ്കൃതം. ഏതൊക്കെ സംസ്കൃത പദങ്ങൾ കൂടി ചേർന്നാണ് പഞ്ചായത്ത് ഉണ്ടായത്? ഏതൊക്കെയാണ്? പഞ്ച, അതിൻ്റെ അർത്ഥം 5. അതുപോലെ ആയത് എന്നതിൻ്റെ അർത്ഥം എന്താണ്? അതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. പഞ്ച എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെയും കിട്ടും അല്ലേ, 5 എന്നൊക്കെ. അതുപോലെ ആയത് എന്നുള്ളതിൻ്റെയാണ് അർത്ഥം പല ഓപ്ഷനായിട്ട് തരും അല്ലേ. യോഗം അഥവാ സമ്മേളനമാണെന്ന് ഓർത്തിരിക്കുക. ബ്രിട്ടീഷ് ആധിപത്യത്തോടെ ഇന്ത്യയിൽ പഞ്ചായത്ത് ഭരണ സംവിധാനം ദുർബലമാകാൻ തുടങ്ങി. എന്നാൽ 1882 റിപ്പൺ പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയിൽ കൊണ്ടുവന്ന പരിഷ്കാരങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പുതുജീവൻ നൽകിയത്. ഓക്കെ, അപ്പോൾ ഈ ബ്രിട്ടീഷുകാർ വന്നതോട് കൂടിയിട്ട് നമ്മൾ ഈ പഞ്ചായത്ത് ഭരണ സംവിധാനം ദുർബലമാവാൻ തുടങ്ങി. പിന്നെ എന്താണ് ഈ റിപ്പൺ പ്രഭു അല്ലേ, 1882 ബ്രിട്ടീഷ് ഇന്ത്യയിൽ കൊണ്ടുവന്ന പരിഷ്കാരങ്ങളാണ് പിന്നെ ഈ പഞ്ചായത്തുകൾക്ക് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പുതുജീവൻ നൽകിയത് അല്ലേ. ഈ പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത്, കോർപ്പറേഷൻ, ഇങ്ങനത്തെ ഈ സ്ഥാപനങ്ങളെയൊക്കെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അതിനെ പൊതുവായിട്ട് പറയുന്ന പേരാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം ഈ ഇന്ത്യയിലെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് പറയപ്പെടുന്ന ആരാണ്? റിപ്പൺ പ്രഭു ആണെന്ന് ഓർത്തിരിക്കുക. ഒരു എക്സ്ട്രാ പോയിൻ്റാണ് PSC ചോദിക്കാറുണ്ട്. ഇനി 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നതോടുകൂടി പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുകയും അവ പുനഃസംഘടിക്കപ്പെടുകയും ചെയ്തു. ഓക്കെ, അപ്പം ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആ ഒരു വർഷം ഓർത്തിരിക്കുക. അതുപോലെ വേറെയും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഉണ്ട്, പക്ഷേ ഇത് 1935 ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഉണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. അതുപോലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് വേറെയും വർഷങ്ങളുണ്ട്, അത് നിങ്ങൾ നോക്കിയിട്ട് എക്സ്ട്രാ പഠിക്കണം. ഇനി ഈ ഒരു 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ ഈ പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾ കൂടുതൽ അധികാരങ്ങൾ നൽകിയിരുന്നു എന്ന് ഓർത്തിരിക്കണം. അഥവാ പുനഃസംഘടിപ്പിക്കപ്പെട്ടു എന്നുള്ളതും ഓർത്തിരിക്കണം. അതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരാം. പിന്നെ ഇതിൽ നമ്മൾ പറഞ്ഞ പോലെ ഈ ഒരു 1882 റിപ്പൺ പ്രഭു ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വർഷം ഓർത്തിരിക്കുക. ഇനി അടുത്തത് അധികാര വികേന്ദ്രീകരണം ഭരണഘടനയിൽ. ഇന്ത്യൻ ഭരണഘടനയിൽ നിർദ്ദേശ തത്വങ്ങളുടെ ഭാഗമായി അനുച്ഛേദം 40 ആണ് പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് അല്ലേ. അനുച്ഛേദം 40 അല്ലെങ്കിൽ ആർട്ടിക്കിൾ 40 പഞ്ചായത്തുകളുടെ രൂപീകരണത്തെ പറ്റി പ്രതിപാദിക്കുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. നിങ്ങൾ ഭരണഘടനയായിട്ട് അതിൻ്റെ ആർട്ടിക്കിളുകളും ഭാഗങ്ങൾ അല്ലേ, പട്ടിക, അതൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്നൊരു പോയിൻ്റാണിത്. അനുച്ഛേദം 40 പഞ്ചായത്തുകളുടെ രൂപീകരണം, അത് നിർദ്ദേശക തത്വം എന്നുള്ള ഭാഗത്താണ് വരുന്നതെന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തത്, എങ്കിലും ശക്തമായ പ്രാദേശിക ഭരണ സംവിധാനത്തിൻ്റെ അഭാവം ഇന്ത്യയിലെ ഗ്രാമീണ വികസന പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിച്ചു. ഇത് പരിഹരിക്കുന്നതിനും പ്രാദേശിക ഭരണ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനുമായി നിരവധി കമ്മിറ്റികൾ നിയോഗിക്കപ്പെട്ടു. അവയിൽ പ്രധാനപ്പെട്ടവയാണ് ബൽവന്ത് റായ് മേത്തയുടെയും അശോക് മേത്തയുടെയും നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട കമ്മിറ്റികൾ. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട 2 കമ്മിറ്റികൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ പ്രാദേശിക ഭരണ സംവിധാനം ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള 2 കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഈ പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട് 2 കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത് നമുക്ക് പറയാം. പ്രധാനപ്പെട്ടത് കുറേ കമ്മിറ്റികളുണ്ട്, നിങ്ങൾ ആ കമ്മിറ്റികളൊക്കെ പഠിക്കണം. ഓക്കെ, അതിൽ പ്രധാനപ്പെട്ട 2 കമ്മിറ്റികളെ പറ്റി മാത്രമാണ് നമ്മൾ SCERTയിൽ പറയുന്നത്, അത് മാത്രം പോരാ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ പറഞ്ഞത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ബൽവന്ത് റായ് മേത്തയും രണ്ടാമത്തത് അശോക് മേത്തയുമാണ്. അടുത്തത് അത് 2 തമ്മിലുള്ള കമ്പാരിസൺ അല്ലെങ്കിൽ താരതമ്യമാണ് അടുത്ത പട്ടികയിലുള്ളത്. അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം വർഷങ്ങളാണ്. വർഷം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ ഓർത്തിരിക്കണം. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി ശുപാർശ വന്നത് 1957 അതേപോലെ അശോക മേത്ത കമ്മിറ്റി ശുപാർശ 1978. ആദ്യം ബൽവന്ത് റായ് മേത്ത കമ്മിറ്റീനെ പറ്റി നോക്കാം. ത്രിതല പഞ്ചായത്ത് സംവിധാനമാണ് ബൽവന്ത് റായ് മേത്ത ശുപാർശ ചെയ്തത്. അതിൽ 3 ത്രിതല എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം 3 തലത്തിലാണുള്ളത്. ഒന്നാമത്തേത് ഗ്രാമപഞ്ചായത്താണ്. അതിന് തൊട്ട് മുകളിലായിട്ട് വരുന്നതാണ് പഞ്ചായത്ത് സമിതി. അതിന് മുകളിലായിട്ട് വരുന്ന തലമാണ് ജില്ലാ പരിഷത്ത്. ഓക്കെ, ഈ 3 പേരുകളും ഓർത്തിരിക്കണം.
ഇനി അടുത്ത പോയിന്റ്, ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അധികാരം പഞ്ചായത്ത് സമിതികൾക്ക്. ഓക്കെ, അതായത് പഞ്ചായത്ത് സമിതി നമുക്കറിയാമല്ലേ നടുവിൽ വരുന്നത്, അതിന് ആ ഒരു തലത്തിലുള്ള ഓർഗനൈസേഷനാണ് എന്ത് അധികാരമുള്ളത്, ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അധികാരമുള്ളത്. അതുപോലെ മേൽനോട്ടത്തിനും സംഘാടനത്തിനുമുള്ള അധികാരമാർക്കാണ്, ജില്ലാ പരിഷത്തിനാണ് അല്ലേ. മേൽനോട്ടവും സംഘാടനവും ജില്ലാ പരിഷത്തിന്. ഗ്രാമപഞ്ചായത്തുകളിൽ പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ് അല്ലേ, അതായത് ഗ്രാമപഞ്ചായത്തുകളിൽ പ്രത്യക്ഷ തിരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. അതായത് ജനങ്ങൾ തന്നെ നേരിട്ടിട്ട് വോട്ട് ചെയ്യുന്നതിനാണ് പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ജനങ്ങൾ തന്നെ നേരിട്ട് വോട്ട് ചെയ്തിട്ട് ഗ്രാമപഞ്ചായത്തിലെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കും. എന്നാൽ ജില്ലാ പരിഷത്ത്, പഞ്ചായത്ത് സമിതി എന്നിവിടങ്ങളിലേക്ക് പരോക്ഷ തിരഞ്ഞെടുപ്പ്. പരോക്ഷ തിരഞ്ഞെടുപ്പ് പറയുമ്പോൾ ജനങ്ങൾക്ക് ഈ പഞ്ചായത്ത് സമിതിയിലേക്കോ അല്ലെ ജില്ലാ പരിഷത്തിലേക്കോ ഉള്ള നേതാക്കളെ അല്ലെങ്കിൽ പ്രതിനിധികളെ തിരഞ്ഞെടുക്കാൻ പറ്റില്ല. പകരം ആരാണ് തിരഞ്ഞെടുക്കുക, നമ്മൾ ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ട് ഗ്രാമപഞ്ചായത്തിലേക്ക് പോയിട്ടുള്ള പ്രതിനിധികളില്ലേ, അവരായിരിക്കും വോട്ട് ചെയ്തിട്ട് ഈ പഞ്ചായത്ത് സമിതിയിലേക്കും ജില്ലാ പരിഷത്തിലേക്കുള്ള പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത്. അതാണ് പരോക്ഷ തിരഞ്ഞെടുപ്പ് എന്ന് ഉദ്ദേശിച്ചത്. ഇനി അശോക മേത്ത കമ്മിറ്റീനെ നോക്കാം. ദ്വിതല പഞ്ചായത്ത് സംവിധാനം അല്ലേ, അതായത് 2 തലമാണുള്ളത്. ഒന്നാമത്തത് മണ്ഡൽ പഞ്ചായത്ത്, അതിന് മുകളിൽ വരുന്നത് ജില്ലാ പരിഷത്ത്, അങ്ങനെ 2 എണ്ണം. ഓക്കെ, അപ്പോൾ രണ്ടും താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായില്ലേ. ബൽവന്തറായി എന്ന് പറയുമ്പോൾ 3 തലമുണ്ട്, അശോക് മേത്ത എന്ന് പറയുമ്പം 2 തലം അല്ലേ, ദ്വിതല. ആ പേരുകളും മാറിപ്പോകരുത്, ഓർത്തിരിക്കണം. ജില്ലാ പരിഷത്തിനായിരിക്കും ജില്ലാതല ആസൂത്രണ ചുമതല. മണ്ഡൽ പഞ്ചായത്തുകൾക്ക് ഗ്രാമങ്ങളുടെ ചുമതല, അതും ഓർത്തിരിക്കുക. ഇനി പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത അല്ലേ, പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത ശുപാർശ ചെയ്ത കമ്മിറ്റി ഇതാണ്, അശോക് മേത്ത കമ്മിറ്റിയാണെന്ന് ഓർത്തിരിക്കുക, SCRT പ്രകാരം. ഇനി അടുത്തത് പട്ടികജാതി പട്ടികവർഗ സംവരണം കൊണ്ടുവന്ന അല്ലെങ്കിൽ ആ ഒരു ശുപാർശ കൊണ്ടുവന്ന കമ്മിറ്റി ഇതാണ്, അത് അശോക മേത്തയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി നമുക്ക് തുടക്കം രാജസ്ഥാനിൽ. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്തി രാജ് സംവിധാനം നടപ്പിൽ വന്നത് രാജസ്ഥാനിലാണ്. അത് ചോദിക്കാറുണ്ട് PSC. നമ്മുടെ പഞ്ചായത്തി രാജ് സംവിധാനം ആദ്യമായിട്ട് വന്നത് എവിടെയാണ്? രാജസ്ഥാനിലാണ്. ഏത് കമ്മിറ്റീൻ്റെ ശുപാർശ പ്രകാരമാണ്? 1957 ബൽവന്ത് റായ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം. അത് ഉദ്ഘാടനം ചെയ്ത വർഷം ഡേറ്റൊക്കെ ചോദിക്കാറുണ്ട്. ആരാണ് ഉദ്ഘാടനം ചെയ്തതെന്ന് ചോദിക്കാറുണ്ട്. ഏത് ഗ്രാമത്തിലാണെന്ന് ചോദിക്കാറുണ്ട്, അല്ല ഏത് ജില്ലയിലാണെന്ന് ചോദിക്കാറുണ്ട്. 1959 ഒക്ടോബർ 2 രാജസ്ഥാനിലെ നാഗൗർ ജില്ലയിൽ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. ഓക്കെ, അപ്പം പ്രധാനമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്. ആരായിരുന്നു അന്ന് പ്രധാനമന്ത്രി? ജവഹർലാൽ നെഹ്റു ആണെന്ന് ഓർത്തിരിക്കുക. പിന്നെ രാജസ്ഥാനിൽ ആ ജില്ലയുടെ പേരും ഓർത്തിരിക്കണം. അതേ വർഷം തന്നെ, അതായത് 1959 തന്നെ ആന്ധ്രാപ്രദേശിലും തുടർന്ന് തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നു. അപ്പോൾ ഇവിടെ ചോദിക്കുന്ന ഒരു ചോദ്യം, സൗത്ത് ഇന്ത്യയിൽ അല്ലേ, ദക്ഷിണേന്ത്യയിൽ ആദ്യമായി പഞ്ചായത്തി രാജ് സംവിധാനം വന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അത് ആന്ധ്രാപ്രദേശ് ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, പിന്നെ അതിനുശേഷം തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും വന്നു. ഓക്കെ, അത് പിന്നെ അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ ആന്ധ്രാപ്രദേശ് ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യമായി വന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ത്യയിൽ ആദ്യമായി വന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രാജസ്ഥാനാണ്. പക്ഷേ ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് വന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആന്ധ്രാപ്രദേശാണെന്ന് ഓർത്തിരിക്കുക. രണ്ടും ചോദിക്കാറുണ്ട്. അടുത്തത് ഭരണഘടനാ ഭേദഗതി അല്ലേ, നമ്മൾ ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനെയാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. അധികാര വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ട വിവിധ കമ്മിറ്റികളുടെ ശുപാർശകൾ അല്ലേ, വിവിധ കമ്മിറ്റികൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ 2 മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ അല്ലേ. ഇനി ബാക്കി കമ്മിറ്റികളൊക്കെ നിങ്ങൾ NCERT +1 +2 ടെക്സ്റ്റ് ബുക്കിലൊക്കെ, ഈ പൊളിറ്റീൻ്റെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉണ്ട്. ഓക്കെ, അതൊക്കെ നിങ്ങൾ, ഞാൻ ജസ്റ്റ് ഒരു സോഴ്സ് പറഞ്ഞാണ്, നിങ്ങൾ കണ്ടെത്തി പഠിക്കുക. ടെലിഗ്രാമിലൊക്കെ കിട്ടും അതിൻ്റെ PDF ഫയലുകളൊക്കെ. ഓക്കെ, വിവിധ കമ്മിറ്റികൾ ശുപാർശകൾ രാജ്യവ്യാപകമായി നടപ്പാക്കുന്നതിലെ കാലതാമസം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശാക്തീകരണത്തിനും ഏകീകൃത ഘടനയ്ക്കും തടസ്സമായി. അതിനാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത നൽകുവാൻ തീരുമാനിച്ചു. 1992 73, 74 ഭരണഘടനാ ഭേദഗതികൾ പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങൾ ലഭ്യമായി. ഓക്കെ, അപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത നൽകുന്നതിനുള്ള
2 ഭേദഗതികളാണ് ഉണ്ടായിട്ടുള്ളത്. ഒന്ന് 73 രണ്ടാമത്തേത് 74 ഇത് നടന്നിട്ടുള്ള വർഷം ഇമ്പോർട്ടൻ്റ് ആണ്, 1992 രണ്ടും. ഓക്കെ, 73ാമത്തെ ഭേദഗതിയും 74ാം ഭേദഗതിയും നടന്നത് 1992 ഓർത്തിരിക്കുക. ഇനി അടുത്ത പോയിന്റ്, 73ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പഞ്ചായത്തി രാജ് നിയമവും 74ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നഗരപാലികാ നിയമവും നിലവിൽ വന്നു. ഇതും PSC യുടെ ഒരു സ്ഥിരം ചോദ്യമാണ്. 73ാം ഭരണഘടനാ ഭേദഗതി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ 74 എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. 73 പഞ്ചായത്തി രാജും അതുപോലെ 74 നഗരപാലികയും അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി എന്നും പറയും. ഓക്കെ, അതും ഓർത്തിരിക്കുക. നഗരപാലിക അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി നിയമവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തത് ഈ 73 അല്ലെങ്കിൽ 74 ഭരണഘടനാ ഭേദഗതികളെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്കിത് ഓരോന്നും താരതമ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാം. ഓക്കെ, ഇപ്പോൾ 73 ഗ്രാമസഭകളുടെ രൂപീകരണം, 74 എന്താണ് വാർഡ് സഭകളുടെ രൂപീകരണം അല്ലേ. ഗ്രാമസഭകൾക്ക് നഗരത്തിൽ പറയുന്ന മറ്റൊരു പേരാണ് വാർഡ് സഭ അല്ലേ, അത് ഓർത്തിരിക്കുക. ഭരണകാലാവധി 2നും 5 വർഷമാണ്. പിന്നെ 2ലും പട്ടികജാതി പട്ടികവർഗ സംവരണത്തെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ വനിതാ സംവരണം 2 നിയമത്തിലുമുണ്ട്. തിരഞ്ഞെടുപ്പ് ചുമതല സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അല്ലേ. പഞ്ചായത്ത് രാജ് ആയാലും അല്ലെങ്കിൽ നഗരപാലിക സംവിധാനമായാലും ആ 2 നിയമത്തിലും പറയുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അതുപോലെ 5 വർഷത്തിലൊരിക്കൽ ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നുണ്ട് അല്ലേ, 2 നിയമത്തിലും അത് പറയുന്നുണ്ട്. ത്രിതല പഞ്ചായത്ത് സംവിധാനമാണ് പഞ്ചായത്തി രാജ് സംവിധാനത്തിൽ പറയുന്നത്. അത് ഏതൊക്കെയാണ്? ഗ്രാമപഞ്ചായത്ത്, അതിന് തൊട്ട് മുകളിൽ ബ്ലോക്ക് പഞ്ചായത്ത്, അതിന് മുകളിലായിട്ട് ജില്ലാ പഞ്ചായത്ത് വരും അല്ലേ. ഇനി 74ാം ഭരണഘടനാ ഭേദഗതിയിലാണെങ്കിലോ 2 തരം നഗര തദ്ദേശ ഭരണ സ്ഥാപനങ്ങളാണ് ഉള്ളത്. അതിലൊന്ന് നഗർ പഞ്ചായത്താണ്, രണ്ടാമത്തത് മുനിസിപ്പൽ കൗൺസിലാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ പറയുകയാണെങ്കിൽ നഗർ പഞ്ചായത്ത് അല്ലെങ്കിൽ അതുകൂടാതെ മുനിസിപ്പൽ കൗൺസിൽ, ഇങ്ങനെ 2 സ്ഥാപനങ്ങളാണുള്ളത് നഗരപാലിക സംവിധാനത്തിൽ. നമ്മൾ കേരളത്തിൽ ഈ എന്തൊക്കെയാണ് പറയുക, മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ എന്നാണ് പറയുക. ഓക്കെ, ഒന്നുകിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ, ഈ 2 പേരുകളാണ് നമ്മളെ നാട്ടിൽ ഉപയോഗിക്കുന്ന സംവിധാനത്തിൻ്റെ പേര്, നഗരപാലിക സംവിധാനത്തിൻ്റെ പേരുകൾ. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കുക. ഇനി അടുത്തത് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഘടനയാണ്. ഓക്കെ, അപ്പോൾ പഞ്ചായത്ത് രാജിൻ്റെ ഘടന സെയിം തന്നെ, ഗ്രാമപഞ്ചായത്ത്, അതിന് മുകളിൽ ബ്ലോക്ക് പഞ്ചായത്ത്, അതിന് മേലെ ജില്ലാ പഞ്ചായത്ത്. നഗരപാലിക സംവിധാനം നമ്മളിപ്പോൾ പറഞ്ഞ പോലെ കേരളത്തിൽ ഈ 2 പേരുകളാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് മുനിസിപ്പൽ കൗൺസിൽ എന്ന് പറയും, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി എന്ന് പറയും അല്ലേ, ഇംഗ്ലീഷിലുള്ളത് നോക്കുക ബ്രാക്കറ്റിൽ. അതുപോലെ മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന് പറയും. നമ്മൾ സിമ്പിളായിട്ട് കോർപ്പറേഷൻ എന്നാണ് പറയുക, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി, ഈ 2 വാക്കുകളാണ് ഉപയോഗിക്കുക. പക്ഷേ അതിൻ്റെ ശരിക്കുള്ള പേര് എന്തൊക്കെയാണ്? മുനിസിപ്പൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ മുനിസിപ്പൽ കൗൺസിൽ. അത് ഓർത്തിരിക്കുക, സമയത്ത് കൺഫ്യൂഷനായി പോകരുത് പരീക്ഷയുടെ സമയത്തൊക്കെ. ഓക്കെ, ഇനി ജനകീയ ആസൂത്രണം കേരളത്തിൽ 73-74 ഭരണഘടനാ ഭേദഗതികളെ തുടർന്ന് 1996 കേരളത്തിൽ നടപ്പാക്കിയ അധികാര വികേന്ദ്രീകരണ പ്രക്രിയ ജനകീയാസൂത്രണം എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ കേരളത്തിൽ ജനകീയാസൂത്രണം നടപ്പിലാക്കിയ വർഷം ഏതാണ്? 1996. അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അധികാര വികേന്ദ്രീകരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രക്രിയയാണ്, അല്ലെങ്കിൽ 73-74 ഭരണഘടനാ ഭേദഗതികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രക്രിയയാണ്. ഓക്കെ, പ്രാദേശിക ഭരണ സംവിധാനത്തിന് കൂടുതൽ അധികാരങ്ങളും ചുമതലകളും നൽകി അവ നടപ്പിലാക്കുന്നതിനാവശ്യമായ ഉദ്യോഗസ്ഥർ, സ്ഥാപനങ്ങൾ, ഫണ്ട് എന്നിവ ലഭ്യമാക്കാൻ ജനകീയാസൂത്രണം വഴിയൊരുക്കി. ഈ ഭരണഘടനാ ഭേദഗതികളുടെ ഫലമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 33% സ്ത്രീ സംവരണം ഏർപ്പെടുത്തിയിരുന്നു. ഓക്കെ, ഇപ്പോൾ ഈ പറഞ്ഞ വരികളൊക്കെ സ്റ്റേറ്റ്മെൻ്റായിട്ട് ചോദിക്കാനാണ് സാധ്യത കൂടുതലുള്ളത്, നമ്മൾ ഓർത്തിരിക്കുക. 33% സ്ത്രീ സംവരണമായിരുന്നു ആദ്യം ഏർപ്പെടുത്തിയത്. തുടർന്ന് 2005 പഞ്ചായത്തി രാജ് ആക്ട് ഭേദഗതിയിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സ്ത്രീ പ്രാതിനിധ്യം 50% ഉയർത്തി. ഓക്കെ, അപ്പോൾ കേരളത്തിൽ ആദ്യം 33% സ്ത്രീ സംവരണം ഉണ്ടായിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ, പിന്നീട് അത് 50% ഉയർത്തിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ 50%. അപ്പോൾ ഈ വ്യത്യാസം വരുത്തിയത് അല്ലേ, ഈ സ്ത്രീ പ്രാതിനിധ്യം ഉയർത്തിയ ഭേദഗതി അല്ലെങ്കിൽ പഞ്ചായത്ത് രാജ് ആക്ട് ഭേദഗതി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 2005 പഞ്ചായത്ത് രാജ് ആക്ട് ഭേദഗതിയാണെന്ന് ഓർത്തിരിക്കുക. ആ ഒരു വർഷം ഇമ്പോർട്ടൻ്റ് ആണ്, 2005. അങ്ങനെയും ചോദിക്കുക, പഞ്ചായത്ത് രാജ് ആക്ട് ഭേദഗതി അല്ലേ 2005 എന്ന് ഓർത്തിരിക്കുക.
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതത്തിൽ 10% സ്ത്രീകൾക്ക് മാത്രമുള്ള പദ്ധതികൾക്കായി മാറ്റിവെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് എത്ര ശതമാനമാണെന്നുള്ള ആ സംഖ്യ ഓർത്തിരിക്കുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതത്തിൽ സ്ത്രീകൾക്ക് മാത്രം ആയിട്ടുള്ള പദ്ധതികൾക്കായിട്ട് എത്ര ശതമാനമാണ് മാറ്റിവെക്കുന്നത്? 10%. അങ്ങനെ കാര്യക്ഷമമായ അധികാര വികേന്ദ്രീകരണ പ്രക്രിയയിലൂടെ കേരളം രാജ്യത്തിന് മാതൃകയായി. അടുത്തത്, ചുമതലകൾ പലവിധം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ബോർഡ് നിരീക്ഷിക്കൂ. എന്തൊക്കെ ചുമതലകളും സേവനങ്ങളുമാണ് അവ നിർവഹിക്കുന്നത്? അപ്പോൾ അതിൽ ചില സേവനങ്ങൾ നമുക്ക് നോക്കാം. 1, ജനന മരണ രജിസ്റ്റർ ചെയ്യൽ അല്ലേ. 2, സ്ഥിതി വിവര കണക്കുകൾ ശേഖരിക്കൽ. 3, പ്രാഥമിക വിദ്യാലയങ്ങളുടെ മേൽനോട്ടവും ചുമതലയും. മാതൃ ശിശു വികസനം. കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകൽ. പരമ്പരാഗത ജലസ്രോതസ്സുകൾ സംരക്ഷിക്കൽ. മാലിന്യ നിർമ്മാർജ്ജനം. വളർത്തുനായകൾക്ക് ലൈസൻസ് നൽകൽ. ഇതിൽ ചിലതൊക്കെ നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ കണ്ടും കേട്ടൊക്കെ പരിചയമുമ്പോൾ ഉള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് പരീക്ഷയ്ക്ക് ചിലപ്പം കിട്ടും, ഉത്തരമായിട്ട് കിട്ടും. ചിലതൊക്കെ നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷനെ പോയോ. ചിലപ്പോൾ വളർത്തുനായകൾക്ക് ലൈസൻസ് നൽകൽ എന്നൊക്കെ പറയുമ്പോൾ അതായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ, അത്ര പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ആ ഒരു പരീക്ഷാ ഹാളിൽ വെച്ച് കൺഫ്യൂഷനായി പോകും. അല്ലെങ്കിൽ പ്രാഥമിക വിദ്യാലയങ്ങളുടെ മേൽനോട്ടം ചുമതല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ അതിന് വേറെ തന്നെ വിദ്യാഭ്യാസ വകുപ്പൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ചിന്തിച്ച് പോകും ആ സമയത്ത്. അപ്പോൾ ഇതൊക്കെ എന്താണ്, കൺഫ്യൂഷൻ ആവാതെ ഒന്നോ രണ്ടോ തവണ വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിൽ നിൽക്കും. പിന്നെ നിങ്ങൾ ഓപ്ഷൻസിൽ കാണുമ്പോൾ ഇത് കണ്ടിട്ടുണ്ട്, ഇത് ശരിയാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു ഓർമ്മ, ഒരു മെമ്മറി മതി നമുക്ക്. ഓക്കെ, ഓപ്ഷൻസിൽ കാണുമ്പോൾ ഇതിന് ചുമതലയാണ്, ഇത് കണ്ടിട്ടുണ്ട്, ഞാൻ വായിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ഓർമ്മ, ആ ഒരു ഓർമ്മയാണ് നമുക്ക് വേണ്ടത്. അപ്പം അതുകൊണ്ട് ഇതൊന്ന് വായിച്ച് നോക്കാം. ഇനി അടുത്തത് ഒരു മുത്തശ്ശിയും കുട്ടിയും തമ്മിലുള്ളൊരു സംഭാഷണമാണ്. അതിലൂടെ കുറേ കാര്യങ്ങൾ ഇവിടെ നമുക്ക് പഠിക്കാനുണ്ട്. പ്രധാനമായിട്ടും ഈ പഞ്ചായത്തുകൾ, ഇതുപോലത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എന്തൊക്കെയാണ് അവർക്ക് കിട്ടുന്ന വരുമാന മാർഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. അപ്പോൾ മുത്തശ്ശിനോട് ആദ്യം കുട്ടിയൊരു ചോദ്യം ചോദിക്കുന്നത്, ഇതൊക്കെ ചെയ്യാനുള്ള വരുമാനം പഞ്ചായത്തിന് എവിടെ നിന്നാണ് ലഭിക്കുന്നതെന്ന് പറയാമോ? അപ്പോൾ മുത്തശ്ശി പറയും, മിടുക്കി, നല്ല ചോദ്യം. പഞ്ചായത്തിന് വിവിധ തരം വരുമാന മാർഗങ്ങളുണ്ട്. ഉദാഹരണമായി കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ടുകളും ഗ്രാൻറ്റുകളും ഉണ്ട്. ഓക്കെ, എവിടെ നിന്നൊക്കെ? കേന്ദ്രത്തിൽ നിന്നും കിട്ടുന്നുണ്ട്, സംസ്ഥാന ഗവൺമെൻറ്റിൽ നിന്നും കിട്ടുന്നുണ്ട്. എന്തൊക്കെ? ഫണ്ടും അതുപോലെ ഗ്രാൻറ്റും. കൂടാതെ കെട്ടിട നികുതി, തൊഴിൽ നികുതി, വിനോദ നികുതി തുടങ്ങി പലതരം നികുതികളിൽ നിന്നും പഞ്ചായത്തുകൾക്ക് വരുമാനമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കെട്ടിട നികുതി, തൊഴിൽ നികുതിയും വിനോദ നികുതിയൊക്കെ എവിടെയാണ് നമ്മൾ അടയ്ക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് പഞ്ചായത്തുകളിലാണെന്നും കൂടി ഓർത്തിരിക്കുക. അതുകൊണ്ടാണ് പഞ്ചായത്തുകൾക്ക് അത് വരുമാനമായിട്ട് കിട്ടുന്നത്. ഇനി അടുത്തത് മിഴി പറയാണ്, മുത്തശ്ശി, കഴിഞ്ഞ ദിവസം അച്ഛൻ്റെ കെട്ടിടത്തിൻ്റെ പെർമിറ്റ് എടുക്കാൻ ഫീസ് അടച്ചിരുന്നല്ലോ, അതും പഞ്ചായത്തിൻ്റെ വരുമാന മാർഗത്തിൽ പെടില്ലേ? മുത്തശ്ശി പറയും, അതെ, അതും ഉൾപ്പെടും. അതായത് നമുക്ക് കെട്ടിടത്തിൻ്റെ പെർമിറ്റ് എടുക്കാനുള്ള ഫീസ്, അതും ഈ പഞ്ചായത്തുകളുടെ ഒരു വരുമാന മാർഗമാണ്. പെർമിറ്റ്, രജിസ്ട്രേഷൻ മുതലായവയിൽ നിന്നുള്ള ഫീസുകളും ബസ് സ്റ്റാൻഡ്, പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള മാർക്കറ്റുകൾ, മൈതാനം എന്നിവ ഉപയോഗിക്കുന്നവരിൽ നിന്നുള്ള ഫീസുകളും പഞ്ചായത്ത് ചുമത്തുന്ന പിഴകളും വരുമാന മാർഗത്തിൽപ്പെടും. അതായത് ഇപ്പം നമ്മൾ പെർമിറ്റ് എടുക്കാനും രജിസ്ട്രേഷൻ എടുക്കാനൊക്കെ ഫീസ് കൊടുക്കണം, അതൊരു വരുമാന മാർഗ്ഗമാണ്. അതുപോലെ ഇപ്പം ഈ പഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്ന മൈതാനം അല്ലെങ്കിൽ മാർക്കറ്റുകൾ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡ്, ഇതൊക്കെ ഉപയോഗിക്കാനുള്ള ഒരു ഫീസ് ചുമത്തുന്നുണ്ട്. അതുപോലെ ആരെങ്കിലും എന്തെങ്കിലും നിയമവിരുദ്ധമായിട്ട് ചെയ്യുമ്പോൾ അതിന് പിഴ ചുമത്താറുണ്ട്. അതും ഈ പഞ്ചായത്തുകൾ കിട്ടുന്ന ഒരു വരുമാന മാർഗമാണെന്ന് ഓർത്തിരിക്കുക. ആഹാ, അപ്പോൾ ഇത്രയേറെ വരുമാന മാർഗങ്ങളുണ്ടല്ലേ എന്ന് മിഴി പറയാണ്. അപ്പം ഇതിനകത്ത് നിന്ന് നമുക്ക് കുറേ വരുമാന മാർഗങ്ങൾ പഠിച്ചു അല്ലേ? എന്തൊക്കെയാണ്? ഫണ്ട്, ഗ്രാൻറ്റ്, കെട്ടിട നികുതി, തൊഴിൽ നികുതി, വിനോദ നികുതി, അതുപോലെ പെർമിറ്റ്, രജിസ്ട്രേഷൻ, ഇതിൻ്റെയൊക്കെ ഫീസ്, പിന്നെ ബസ് സ്റ്റാൻഡ്, മാർക്കറ്റ്, മൈതാനമൊക്കെ ഉപയോഗിക്കാനുള്ള ഫീസ്, അതുപോലെ പിഴകൾ അല്ലേ? ഇനി അടുത്തത്, ഇത് മാത്രമല്ല, ഓക്കെ, ആദ്യത്തെ വരീൻ്റെ അവസാനത്തേക്ക് നോക്കാം. ഇത് മാത്രമല്ല, സർക്കാർ അംഗീകാരത്തോടെ വിവിധ തരം വായ്പകളും ഗുണഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്ന വിഹിതങ്ങളും നിബന്ധനകളോടുകൂടി സ്വീകരിക്കുന്ന സംഭാവനകളും വരുമാനത്തിൽ ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചിലപ്പോൾ വരുമ്പോൾ നമ്മൾ കൺഫ്യൂഷനായി പോകരുത്. സംഭാവന
പഞ്ചായത്തിന് ലഭിക്കുന്ന ഒരു വരുമാന മാർഗ്ഗമാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കൺഫ്യൂഷനായി പോകും. സംഭാവന ഒരു വരുമാന മാർഗ്ഗമായിട്ടൊക്കെ കൂട്ടുമോ എന്നൊക്കെയുള്ള കൺഫ്യൂഷനൊക്കെ തുടക്കക്കാർക്കൊക്കെ എന്തായാലും ഉണ്ടാവും എക്സാം ഹാളിൽ. അപ്പോൾ ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ്റെ കുഴപ്പം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് വായിച്ച് പോവുക, ഇതൊക്കെ കണ്ട് പരിചയപ്പെടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഈ ഓരോ വരികളും കണ്ട് പരിചയപ്പെടണം നിങ്ങൾ. ഇപ്പോൾ സർക്കാർ അംഗീകാരത്തോടെ വിവിധതരം വായ്പകൾ അതൊരു വരുമാന മാർഗ്ഗമാണ് അല്ലേ. വായ്പ എടുക്കുന്നത് ഒരു വരുമാനമാണ്. അതുപോലെ ഗുണഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്ന വിഹിതങ്ങൾ അതും ഒരു ഒരു വരുമാന മാർഗ്ഗമാണ്. അതുപോലെ നിബന്ധനകളോട് കൂടി സ്വീകരിക്കുന്ന സംഭാവനകൾ അല്ലെ, കുറേ സംഭാവനകൾ കൊണ്ട് വാരി കൂട്ടാനൊന്നും പറ്റില്ല, അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റോട് കൂടിയുള്ള സംഭാവനകൾ വരുമാനമായിട്ട് കൂട്ടും പഞ്ചായത്ത്. ഓക്കെ, ഇനി അടുത്തത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നോക്കുന്നത്. ഇപ്പം അധികാര വികേന്ദ്രീകരണം നൂറ്റാണ്ട് പിന്നിടുമ്പോൾ നേട്ടങ്ങൾ മാത്രം ഉയർത്തിപ്പിടിക്കാതെ പരിമിതികൾ കൂടി തിരിച്ചറിഞ്ഞ് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികളും പ്രശ്നങ്ങളും ചുവടെ ചേർക്കുന്നു. എന്തൊക്കെയാണ്? പദ്ധതി വിഹിതം സമയബന്ധിതമായി ലഭിക്കാത്ത അവസ്ഥ. ഈ ഒരു പദ്ധതി തുടങ്ങും, അതിന് ഇത്ര വിഹിതം കേന്ദ്രം തരും അല്ലെങ്കിൽ സംസ്ഥാനം തരും എന്ന് പറയും, പക്ഷേ അത് തരാൻ നേരം വൈകും. അപ്പോൾ ആ പദ്ധതിയും അതിനനുസരിച്ച് നേരം വൈകും അല്ലേ. അല്ലെങ്കിൽ പദ്ധതി നടപ്പാക്കാൻ വേണ്ടി ചിലപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് വായ്പ എടുക്കേണ്ടി വരും. അങ്ങനത്തെ കുറേ കടബാധ്യതകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും അല്ലേ. അടുത്തത് വികേന്ദ്രീകരണം പൂർണ്ണമായി നടപ്പാക്കപ്പെടാത്ത സാഹചര്യം. മൂന്നാമത്തത് ഗ്രാമസഭകളിലെ കുറഞ്ഞ ജനപങ്കാളിത്തം. നാലാമത്തത് ഗ്രാമീണ മേഖലയിലെ പഞ്ചായത്തുകളുടെ തനതു വരുമാനത്തിലെ കുറവ്. അഞ്ചാമത്തത് ഭൗതിക സാഹചര്യങ്ങളുടെ അപര്യാപ്തത. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിടുന്ന വെല്ലുവിളികളാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് സ്റ്റേറ്റ്മെൻ്റായിട്ട് വരാം, അല്ലെങ്കിൽ ശരി തെറ്റ് ചെയ്തെന്ന് ചോദിച്ചിട്ട് വരാം. അടുത്തത് ജനാധിപത്യം അർത്ഥവത്താകുന്നത് അധികാരത്തിൽ ജനങ്ങളും പങ്കാളികളാകുമ്പോഴാണ്. അധികാര വികേന്ദ്രീകരണം ഇത് ഉറപ്പാക്കുന്നു. ഒരു സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഭരണത്തിൽ പങ്കാളികളാക്കുന്ന പ്രക്രിയ കൂടിയാണിത്. അതുകൊണ്ട് തന്നെ അധികാര വികേന്ദ്രീകരണത്തിലെ വെല്ലുവിളികൾ തരണം ചെയ്തും അവ പരിഹരിച്ചും മുന്നോട്ട് പോകേണ്ടത് ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നതിന് അനിവാര്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലേ, അതാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ പഠിച്ചത്. അതിൻ്റെ ഒരു കൺക്ലൂഷൻ നോട്ടാണത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്റർ 8ാമത്തെ ചാപ്റ്റർ ക്ലാസ് 7 സോഷ്യൽ സയൻസിലെ 8ാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. അപ്പോൾ നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് ചാപ്റ്റർ 9 വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്